ഹായ് ഫ്രണ്ട്സ്, നോഹൈവ് അവതരിപ്പിക്കുന്ന UGC നെറ്റ് കോഴ്സിൻ്റെ പുതിയ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിസാജ്. ആൻഡ് ആസ് യു ക്യാൻ സീ, ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ദ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. UGC നെറ്റ് സിലബസ് ഒന്ന് അനലൈസ് ചെയ്താൽ ടോട്ടലി വി ഹവ് ഗോട്ട് 10 യൂണിറ്റ്സ്. ഓരോ യൂണിറ്റും ഈക്വലി ഇമ്പോർട്ടൻറ്റുമാണ്. ബട്ട് വിത്തിൻ ഈച്ച് യൂണിറ്റ് ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. എന്നാൽ അതിൽ ചിലത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്സും ബാക്കി ഒരുപാട് അൺഇമ്പോർട്ടൻറ്റ് സബ് ടോപ്പിക്സും ഉണ്ട്. ഈ കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രീവിയസ് പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് മൊത്തത്തിൽ കവർ ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി ഹാർഡ് ലേണിംഗ് ബട്ട് ഒരു സ്മാർട്ട് ലേണിംഗ് ആണ് നമ്മളിവിടെ എൻഷുർ ചെയ്യുന്നത്. Also, there is a higher chance of getting NET or JRF cracked. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. So let's begin. Our first unit, discrete structures and optimization, ൽ വരുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്: mathematical logic, sets and relations, counting, mathematical induction and discrete probability. ഇത്രയും ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് തിയറിയിൽ നിന്ന് കഴിഞ്ഞ 3 പ്രാവശ്യത്തെ പേപ്പർ എടുത്താൽ അതിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. സോ വിൽ ജസ്റ്റ് സിംപ്ലി കവർ ദ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഗ്രൂപ്പ് തിയറി. പിന്നെ ഗ്രാഫ് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ബൂലിയൻ ആൾജിബ്ര ഇസ് അഗെയിൻ റിപ്പീറ്റഡ് ഇൻ യൂണിറ്റ് 2. അതുകൊണ്ട് യൂണിറ്റ് 2-ൽ ബൂലിയൻ ആൾജിബ്ര നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കും. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഇസ് ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടോപ്പിക് മാത്തമാറ്റിക്കൽ ലോജിക്കാണ്. അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ഇവയൊക്കെയാണ്: പ്രപ്പോസിഷണൽ ആൻഡ് പ്രെഡിക്കേറ്റ് ലോജിക്, പ്രപ്പോസിഷണൽ ഇക്വലൻസസ്, നോർമൽ ഫോംസ്, പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്, നെസ്റ്റഡ് ക്വാണ്ടിഫയേഴ്സ് ആൻഡ് റൂൾസ് ഓഫ് ഇൻഫറൻസ്. പ്രീവിയസ് പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്താൽ കാണാം, എല്ലാ ടോപ്പിക്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്സും ഇവിടെ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല. എസ്പെഷ്യലി ഇൻ നവംബർ 2020 എക്സാം 5 ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ലോജിക് എന്താണെന്ന് നോക്കാം. ലോജിക് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ മാത്തമാറ്റിക്കൽ റീസണിങ്. ഇനി ഒരു സെൻറ്റൻസ് എന്താണ്? ഏതൊരു ഭാഷയിലും അർത്ഥം വരുന്ന രീതിയിൽ വേർഡ്സ് കണക്ട് ചെയ്യാൻ പറ്റിയാൽ അതൊരു സെൻറ്റൻസ് ആണ്. ഇറ്റ് മേ ബി എ സെൻറ്റൻസ്, a question or an exclamation. പക്ഷേ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആകണമെങ്കിൽ the sentence should be logical. അതായത് സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ ഉറപ്പായിട്ടും ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ യെസ് ഓർ നോ എന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് പ്രപ്പോസിഷണൽ ലോജിക് എന്നും പറയാം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് that gives true as a response is a true proposition. അതല്ല false ആണ് റെസ്പോൺസ് തരുന്നതെങ്കിൽ അതൊരു false proposition ആണ്. ഫോർ എക്സാമ്പിൾ, the sun rises in the east and sets in the west, and it's a true statement അല്ലെങ്കിൽ true proposition logic. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1 + 1 = 2. this is again true. അപ്പോൾ ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതല്ല 1 + 1 = 4. ഇതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാരണം ഇറ്റ് ക്യാൻ ഗിവ് എ റെസ്പോൺസ് ആസ് ഫോൾസ്. ഇനി ഈ ട്രൂ എന്നത് നമുക്ക് ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഫോൾസ് എന്നത് എഫ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾക്കതിനെ ട്രൂത്ത് ടേബിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ ട്രൂത്ത് ടേബിൾസ്? ദേ ആർ എ കളക്ഷൻ ഓഫ് ഓൾ പോസിബിലിറ്റീസ് ദാറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ടേക്ക്. നമുക്ക് 3 തരത്തിലുള്ള ലോജിക്കൽ കണക്റ്റീവ്സ് ആണുള്ളത്: നെഗേഷൻ, കൺജങ്ഷൻ ആൻഡ് ഡിസ്ജങ്ഷൻ. നെഗേഷൻ എന്നാൽ കോംപ്ലിമെൻ്റ് ഓഫ് എ പ്രൊപ്പോസിഷൻ. അതായത് നമുക്കൊരു പ്രൊപ്പോസിഷൻ പി ഉണ്ടെങ്കിൽ നോട്ട് പി ആയിരിക്കും നെഗേഷൻ ഓഫ് പി. ട്രൂത്ത് ടേബിളിൽ അത് ക്ലിയർ ആണ്. ഇഫ് പി ഇസ് ട്രൂ ദെൻ നോട്ട് പി ഇസ് ഫോൾസ്, വൈൽ ഇഫ് പി ഇസ് ഫോൾസ് ദെൻ നോട്ട് പി ഇസ് ട്രൂ. നെക്സ്റ്റ്, കൺജങ്ഷൻ. 2 പ്രൊപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ, അവരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നത്
ദ കണക്റ്റീവ് ആൻഡ് ഉപയോഗിച്ചാണെങ്കിൽ അതൊരു കൺജങ്ഷനാണ്. ഇവിടെ പി ആൻഡ് ക്യൂ ട്രൂ ആണെങ്കിൽ മാത്രമേ ദ പ്രപ്പോസിഷൻ പി ആൻഡ് ക്യൂവും ട്രൂ ആവുകയുള്ളൂ. അതായത് പിയും ക്യൂവും സെപ്പറേറ്റ്ലി ട്രൂ ആണെങ്കിൽ മാത്രം. അതല്ല ഏതെങ്കിലും ഒരെണ്ണമോ അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആയാൽ പി ആൻഡ് ക്യൂ ഫോൾസ് ആയിരിക്കും, ആസ് ഇൻ ദ ട്രൂത്ത് ടേബിൾ. The next one is disjunction, where two prepositions P and Q are connected by the connective OR. ഈ കേസിൽ പിയും ക്യൂവും ഫോൾസ് ആണെങ്കിൽ മാത്രമേ പി ഓർ ക്യൂ എന്ന പ്രപ്പോസിഷൻ ഫോൾസ് ആവുകയുള്ളൂ. അതല്ല വേറെ ഏത് കോമ്പിനേഷൻ വന്നാലും ട്രൂ ആയിരിക്കും. ഇതാണ് ട്രൂത്ത് ടേബിളിലും ക്ലിയർ ആയിരിക്കുന്നത്. പി ആൻഡ് ക്യൂവിൻ്റെ കോമ്പിനേഷൻസ് എഫ് ആൻഡ് എഫ് ആകുമ്പോൾ മാത്രമാണ് പി ഓർ ക്യൂ എന്ന പ്രപ്പോസിഷൻ ഫോൾസ് ആകുന്നത്. ബാക്കി എല്ലാ കോമ്പിനേഷൻസിനും ദ പ്രപ്പോസിഷൻ ഗിവ്സ് ദ വാല്യൂ ട്രൂ. ഇതല്ലാതെ വരുന്ന കുറച്ച് കണക്റ്റീവ്സ് ആണ് എക്സ്ക്ലൂസീവ് ഓർ, ഇംപ്ലിക്കേഷൻ ഓർ ഡബിൾ ഇംപ്ലിക്കേഷൻസ്. എക്സ്ക്ലൂസീവ് ഓർ എന്നാൽ നമ്മൾക്ക് രണ്ട് പ്രപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ ഉണ്ടെങ്കിൽ പി എക്സ് ഓർ ക്യൂ മീൻസ് ഈതർ പി ഓർ ക്യൂ ബട്ട് നോട്ട് ബോത്ത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ വെച്ച് നോക്കിയാലോ, ഒന്നെങ്കിൽ പി അല്ലെങ്കിൽ ക്യൂ ട്രൂ ആണെങ്കിൽ നമ്മൾക്ക് പി എക്സ് ഓർ ക്യൂ ട്രൂ ആയി വരും. അതല്ല രണ്ടും ഈതർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, രണ്ടും ട്രൂവോ ഫോൾസോ ആണെങ്കിൽ നമ്മൾക്ക് ഔട്ട്പുട്ട് ഫോൾസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ വരുന്നത് ഇംപ്ലിക്കേഷനാണ്. ആൻഡ് ദിസ് ഈസ് ദ മോസ്റ്റ്ലി യൂസ്ഡ് പ്രപ്പോസിഷൻ. ഇറ്റ് സിംപ്ലി മീൻസ് if P then Q and it's denoted using an arrow mark. ഇവിടെ ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ ഫോൾസ് വരത്തുള്ളൂ. ഏതാണ്? if P is true then Q is false എന്നുള്ള പ്രപ്പോസിഷന് മാത്രമാണ് റെസ്പോൺസ് ഫോൾസ് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാത്തിനും ട്രൂ ആയിട്ടേ വരത്തുള്ളൂ. സോ ദാറ്റ് ട്രൂത്ത് ടേബിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. P implies Qൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. പി ആൻഡ് ക്യൂ ട്രൂ ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ്. അതല്ല പി ട്രൂ ആൻഡ് ക്യൂ ഫോൾസ് ആണെങ്കിൽ മാത്രം പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആണ്. ബാക്കി രണ്ട് കോമ്പിനേഷൻസിനും അഗെയിൻ റെസ്പോൺസ് ഇസ് ട്രൂ. The next connective is double implication, or it's also called biconditional implication. And that simply means P if and only if Q. അതായത് if P then Q ആകണം, if Q then P യും ആകണം. അതായത് തിരിച്ചും വരണം. And it's denoted by a double arrow. ഇങ്ങനത്തെ പ്രപ്പോസിഷനെ നമുക്ക് ബൈ ഇംപ്ലിക്കേഷൻ എന്നും പറയാം. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയായിരിക്കും? നമുക്ക് നേരത്തേന്ന് പറഞ്ഞു നോക്കാം. വെറും P ഇംപ്ലൈസ് Q ആയിരുന്നപ്പോൾ P ട്രൂ ആൻഡ് Q ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് P ഇംപ്ലൈസ് Q ഫോൾസ് ആകുന്നത്. പക്ഷെ നമ്മൾക്ക് ഇവിടെ ആൻഡ് Q ഇംപ്ലൈസ് P എന്ന കണ്ടീഷനും കൂടിയുണ്ട്. അപ്പോൾ Q ഇംപ്ലൈസ് P ആകണമെങ്കിൽ Q ട്രൂ ആൻഡ് P ഫോൾസ് ആകുമ്പോഴും P implies Q false ആകണമല്ലോ. Therefore, in the truth table, P and Q either true അല്ലെങ്കിൽ മറ്റേത് false ആകുമ്പം P by implication Q false ആകും. Otherwise, if both are true or both are false, the response should be true. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാം. P by implication Q can also be stated as the negation of P XOR Q. Because truth tables il കാണാം P XOR Q ൽ the response is FTTP. അതിൻ്റെ നേരെ നെഗേഷൻ ആണ് P by implication Q ൻ്റെ റെസ്പോൺസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് റൂൾസ് ആണ്. UGC നെറ്റിൽ സ്ഥിരം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഒരു ലോ ആണ് ഡി മോർഗൻസ് ലോ. അപ്പോൾ ഡി മോർഗൻസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്ജങ്ഷൻ ഓർ കൺജങ്ഷൻ ഓപ്പറേഷൻസിന് നെഗേഷൻ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഓരോ ടേമിനെയും നെഗേറ്റ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ഓഫ് P ആൻഡ് Q. എന്തായിരിക്കും വരുന്നത്? ഓരോ ടേമിനും നമ്മൾ നെഗേറ്റ് ചെയ്യുക. Pനെ നെഗേറ്റ് ചെയ്യുമ്പോൾ നോട്ട് P, ആൻഡിനെ നെഗേറ്റ് ചെയ്യുമ്പോൾ ഓർ, ആൻഡ് Qനെ നെഗേറ്റ് ചെയ്യുമ്പോൾ നോട്ട് Q. ദസ് വി ഗോട്ട് നോട്ട് P ഓർ നോട്ട് Q. അതേപോലെ
not of P or Q. That it's a disjunction there. Is equal to not P and not Q. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നേരത്തെ നമ്മൾ P ഇംപ്ലൈസ് Q എന്താണെന്ന് കണ്ടു. ദാറ്റ് ഈസ് ഇഫ് P then Q. അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ് കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് ആൻഡ് ഇൻവേഴ്സ്. UGC നെറ്റിൽ നേരത്തെ കണ്ടുവന്ന ഒരു പാറ്റേൺ ഉണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. കോൺവേഴ്സ് ആണോ, കോൺട്രാപോസിറ്റീവ് ആണോ, ഇൻവേഴ്സ് ആണോ, അത് നെഗേഷൻ ആണോ എന്നൊക്കെ. ലെറ്റ്സ് സീ വാട്ട് കോൺവേഴ്സ് ഇസ്. നമ്മൾക്ക് P ഇംപ്ലൈസ് Q, ദാറ്റ് ഈസ് ഇഫ് P then Q എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇഫ് Q then P അല്ലെങ്കിൽ Q ഇംപ്ലൈസ് P ഇസ് ദ കോൺവേഴ്സ് ഓഫ് P ഇംപ്ലൈസ് Q. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് ഹോട്ട് then it is sunny. അതിൻ്റെ കോൺവേഴ്സ് എന്തായിരിക്കും? ഇഫ് ഇറ്റ് ഈസ് സണ്ണി then it is hot. Next is contrapositive. P implies Q in the contrapositive will be not Q implies not P. ഇവിടെ P implies Qനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മറ്റൊരു രീതിയിൽ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തായിരിക്കാം എക്സാമ്പിൾ? ഇഫ് ഇറ്റ് ഈസ് ഹോട്ട് then it is sunnyയുടെ contrapositive will be if it is not sunny then it is not hot. Then we have inverse. Inverse of the proposition P implies Q will be not P implies not Q. അതേ എക്സാമ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. The inverse of the statement if it is hot then it is sunny would be if it is not hot then it is not sunny. Next topic is prepositional equivalences. അതായത് 2 പ്രപ്പോസിഷൻസ് ഇക്വലൻ്റ് ആകുന്നത് എപ്പോഴാണ്? നമ്മൾക്കറിയാം ഓരോ പ്രപ്പോസിഷനും അതിൻ്റേതായൊരു ട്രൂത്ത് ടേബിൾ ഉണ്ടാകും. Now if the truth tables of both propositions are equal, അങ്ങനെയാണെങ്കിൽ both propositions are equivalent എന്ന് പറയും. Now based on these truth tables പല തരത്തിലുള്ള പ്രപ്പോസിഷൻസ് ഉണ്ട്. Tautology, contradiction and contingency. Tautology means a proposition which is always true. അതായത് അതിൻ്റെ ട്രൂത്ത് ടേബിളിൽ ഏത് കോമ്പിനേഷൻ എടുത്താലും the response will be true. For example, P or not P. ഇവിടെ നമ്മൾ Pക്ക് true കൊടുത്താലും false കൊടുത്താലും the response will be true. അതേപോലെ contradiction. Contradiction is a proposition which is always false. And an example here is P and not P. അതായത് ഈ പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് Pക്ക് ട്രൂ എന്നോ ഫോൾസ് എന്നോ വാല്യൂ വരാം. ബട്ട് ദ റെസ്പോൺസ് ഓഫ് P ആൻഡ് നോട്ട് P വിൽ ബി ഓൾവേസ് ഫോൾസ്. ദ നെക്സ്റ്റ് വൺ ഇസ് കണ്ടിജൻസി. ഒരു പ്രപ്പോസിഷൻ ടോട്ടോളജിയുമല്ല കോൺട്രഡിക്ഷനുമല്ല, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിജൻസി. നേരത്തെ കണ്ട കണക്റ്റീവ്സിൻ്റെ ട്രൂത്ത് ടേബിൾസ് എല്ലാം കണ്ടിജൻസീസ് ആണ്. We have another rule here. Now let's see how P and Q can be said to be equivalent. P by implies Q ഒരു ടോട്ടോളജി ആണെങ്കിൽ മാത്രമേ P and Q ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് P implies Q and Q implies P. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ should be a tautology. That is, all its values should be true values. ലോജിക്കൽ ഇക്വലൻസിയെ ഡിനോട്ട് ചെയ്യുന്നത് ദ ഇക്വലൻസി സിമ്പിൾ വിച്ച് ഇസ് 3 lines വെച്ചിട്ടാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ 2 പ്രപ്പോസിഷൻസ് ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം എന്ന് നോക്കാം. 2 മെത്തേഡ്സ് ആണുള്ളത്. യൂസിങ് ട്രൂത്ത് ടേബിൾസ് ആൻഡ് യൂസിങ് എസ്റ്റാബ്ലിഷ്ഡ് ലോജിക്കൽ ഇക്വലൻസസ്. യൂസിങ് ട്രൂത്ത് ടേബിൾസ് എന്നാൽ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതുപോലെ നമുക്കൊരു ഇക്വലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ആൻ LHS ആൻഡ് RHS. സോ LHSൻ്റെയും RHSൻ്റെയും ട്രൂത്ത് ടേബിൾ സെപ്പറേറ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യുക. ആൻഡ് ഇഫ് ബോത്ത് ദീസ് ട്രൂത്ത് ടേബിൾസ് ആർ ഈക്വൽ then the 2 propositions are equivalent. Now another method for more complex propositional expressions are using established logical equivalences. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? LHS എടുക്കുന്നു, അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു.
RHSും നമ്മൾ അതേപോലെ പാരലലി സിംപ്ലിഫൈ ചെയ്യുന്നു. ആൻഡ് ഇഫ് വി ഗെറ്റ് an expression where LHS and RHS will be equivalent, then the two propositions are logically equivalent. ഇതിനായിട്ട് കുറച്ച് ലോസ് ആണ് നമ്മൾക്ക് ആവശ്യം, which is stated in the table beside. So some of them are identity laws, where P and true is equivalent to P. Also P or false will be equivalent to P. Then we have the domination law, where P and false is equivalent to false and P or true will be equivalent to true. The next one is idempotent laws. That P and P, also P or Q will be equivalent to P. Then there is the double negation law. That negation of a negation will always cancel out, but not of not P will be equivalent to P. Then it is the commutative law. ഇവിടെ ഓർഡറിന് മാറ്റമില്ല. P or Q will be equivalent to Q or P. അതേപോലെ തന്നെയാണ് ഡിസ്ജങ്ഷൻ വന്നാലും. Then there is the associative law. ഇവിടെയും നമ്മൾക്ക് ഓർഡർ ഡസൻ മാറ്റർ എന്നാണ് കാണിക്കുന്നത്. P and Q and R will be equivalent to P and Q and R. Similarly for disjunction operations. പിന്നെ വരുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആണ്. ഇവിടെ P and Q or R will be equivalent to P and Q or P and R. Similarly P or Q and R will be equivalent to P or Q and P or R. De Morgan's law നമ്മൾ നേരത്തെ കണ്ടിരുന്നു. Then we have the absorption law, which is really important. Here P and P or Q is equivalent to P. അതേപോലെ P or P and Q is equivalent to P. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം നോക്കാം. നമുക്ക് ഫസ്റ്റ് പ്രപ്പോസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ LHS എടുത്ത് RHS ആയിട്ട് പ്രൂവ് ചെയ്യാം. P and P or Q. ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് Pനെ നമ്മൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. P or false എന്ന് എഴുതാം. അപ്പോൾ P or false and P or Q will be equivalent to P. ഇവിടെ വരുന്ന കോമൺ Pനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? P or false and Q എന്ന് കിട്ടും. false and Q എന്തായിരിക്കും? ആൻഡും ഫോൾസും ഒന്നിച്ച് വന്നാൽ എപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ പ്രപ്പോസിഷൻ ഫോൾസ് ആയിരിക്കും. സോ വി ഗെറ്റ് P or false which is equivalent to P. Similarly സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യാം. Then there is the negation laws. That is P and not P is equivalent to false and P or not P is always equivalent to true. Now these are some other logical equivalences which are also important, and these are based on conditionals or biconditionals. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് P implies Q ൻ്റെ എക്സ്പാൻഷൻ ആണ്. P implies Q is always equivalent to not P or Q. UGC നെറ്റിൽ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന മിക്ക ക്വസ്റ്റ്യൻസിനും ഈ ഒരു എക്സ്പാൻഷൻ ആവശ്യമാണ്. സോ P implies Q is equivalent to not P or Q. Rest of these clauses can be derived somehow. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. P implies Q is equivalent to not Q implies not P. ഇത് നമ്മൾ നേരത്തെ ഒരിടത്ത് കണ്ടിരുന്നു. എന്തായിരുന്നു അത്? യെസ്, ഇറ്റ്സ് ദ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P implies Q. Now let me ask, P implies Q എന്നാൽ not P or Q ആണ്. What will be Q implies P? Its expansion should be not Q or P. താഴോട്ട് കൊടുത്തിരിക്കുന്ന ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾക്ക് അല്ലാതെ തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നവയാണ്. Now let's see what P by implies Q is. It is equivalent to P implies Q and Q implies P. That is important. Also P by implies Q is equivalent to not P by implies not Q. But P implies Q is equivalent to not Q implies not P. See, അവിടെ ഡിഫറൻസ് ഉണ്ട്. Rest of it is not important. Anyways, താഴെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. Show that not of P implies Q is equivalent to P and not Q. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ആദ്യം നമ്മൾ LHS കൺസിഡർ ചെയ്യുന്നു. That is not of P implies Q. This is equivalent to P implies Q in ഒരു ക്ലോസ് ഉണ്ട്, ഒരു ലോ ഉണ്ട്. P implies Q is equivalent to not P or Q. So we replace P implies Q with not P or Q, and this is using the first equivalence of conditionals.
Then we apply the De Morgan's law. അപ്പോൾ ഓരോ ടേമിനും De Morgan's law അപ്ലൈ ചെയ്യും. And then further, on applying double negation law, we get P and not Q, which is the RHS. Next topic is normal forms. Again, this is an important topic. രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് പേപ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. Now, normal forms രണ്ട് തരത്തിലുണ്ട്. Conjunctive normal form and disjunctive normal form. Conjunctive normal form എന്നാൽ if a preposition can be represented as a conjunction of one or more clauses. Clauses എന്ന് വെച്ചാൽ എന്താണ്? It is a disjunction of literals. എക്സാമ്പിളിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. The first example is A or not B or not C. This is one clause. Another clause is not D or E or F. ഈ രണ്ട് ക്ലോസിനെയും കണക്ട് ചെയ്യുന്നത് ഒരു കൺജങ്ഷൻ ഓപ്പറേഷനാണ്. ദസ് കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്താണ്? രണ്ട് ക്ലോസസ് വിച്ച് ആർ ഡിസ്ജങ്ഷൻസ് ഓഫ് ലിറ്ററൽസ്. Literals in fact mean variables. Now if they are connected using conjunction operation, then the preposition is in CNF, that is conjunctive normal form. ഇതുപോലെ തന്നെയാണ് disjunctive normal form. അതെന്തായിരിക്കും? It is a disjunction of one or more clauses where a clause is a conjunction of literals. ഇനി താഴോട്ട് കൊടുത്തിരിക്കുന്ന ബാക്കി 3 എക്സാമ്പിൾസും CNFലാണ്. A or B and C. അതേപോലെ A or B. ഇവിടെ A or B എന്നതാണ് ഒരു ക്ലോസ്. The next one is A. പ്രീവിയസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ് CNF are a conjunction of dash. അതിൽ ഓപ്ഷൻസ് വന്നിരുന്നത് conjunction of literals, disjunction of literals, conjunction of variables, disjunction of variables എന്നായിരുന്നു. The answer was disjunction of literals. Literals എന്ന് പറയാൻ കാരണം ഒരു വേരിയബിൾ എ എടുക്കുകയാണെങ്കിൽ എ ക്യാൻ ഓൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് നോട്ട് എ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ലിറ്ററൽ. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്. ആദ്യം നമ്മൾക്ക് പ്രെഡിക്കേറ്റ് ലോജിക് എന്താണെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രപ്പോസിഷണൽ ലോജിക്. നമ്മൾക്ക് പ്രപ്പോസിഷണൽ ലോജിക് മാത്രം യൂസ് ചെയ്ത് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. For example, x is greater than 3. Here, the response of this statement depends upon the value of 3. x 3ന് ഗ്രേറ്റർ ആകുമ്പോൾ മാത്രമാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകുന്നത്, അല്ലാത്തപ്പോൾ ഫോൾസ് ആണ്. സോ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറയും. ഇവിടെ നമ്മൾക്ക് കാണാം എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ റെസ്പോൺസ് വരുന്നത്. സോ ദ ഫസ്റ്റ് പാർട്ട്, that is variable x is the subject of the statement, and the second part is greater than 3. ഇതാണ് പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. ഈ പ്രെഡിക്കേറ്റിന് നമ്മൾക്ക് സബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്വാണ്ടിഫയേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പ്രെഡിക്കേറ്റ്സിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ എഫക്റ്റ് കാണിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾസ് ആണ് ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. And it expresses the extent to which a predicate is true over a range of elements. അതിന് രണ്ട് തരമാണുള്ളത്, യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ. ഫസ്റ്റ് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് നമ്മളൊരു റേഞ്ച് സ്പെസിഫൈ ചെയ്താൽ അതിനുള്ളിൽ യൂണിവേഴ്സലി ട്രൂ ആയിട്ട് വരുന്ന പ്രെഡിക്കേറ്റ്സിനെയാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. And it is denoted by for all. For example, the universal quantification of p of x, where p of x is greater than 3. എങ്ങനെ പറയാൻ പറ്റും? For all values of x in a domain, x is greater than 3. ഇവിടെ ആ for all എന്ന ഓപ്പറേഷനാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ. ആൻഡ് how can we read for all p of x? നമ്മളത് വായിക്കുന്നത് for all x that belongs in the domain p of x. p of x നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ ആണെങ്കിൽ x is greater than 3 എന്ന് പറയാം. നെക്സ്റ്റ് is existential quantification.
നമ്മൾക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഒരു ഡൊമെയിൻ തന്നിട്ടുണ്ടെങ്കിൽ, there should be at least one element x such that the predicate p of x is true. അതായത് നേരത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ existential quantification of p of x where p of x is greater than 3. അങ്ങനെയാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഒരു വാല്യൂ ഓഫ് എക്സ് എങ്കിലും ഉണ്ടാകണം such that x is greater than 3. And this symbol is called the existential quantifier. താഴത്തെ ടേബിളിൽ നമുക്ക് for all p of xഉം there exists an x such that p of xഉം തമ്മിലൊരു കോൺട്രഡിക്ഷൻ കാണാം. ഇവർ ട്രൂ ആകുന്നതും ഫോൾസ് ആകുന്നതും ഓപ്പോസിറ്റ് കണ്ടീഷൻസിലാണ്. ട്രൂ ആകുന്നത് എപ്പോഴാണ്? for all p of x ട്രൂ ആകുന്നത് for all x in the domain. എന്നാൽ there exists p of x വരുന്നതോ in the domain if there is at least one x then there exists p of x will give true value. അതല്ല for all p of x false ആകുന്നത് ആ ഡൊമെയിനിൽ ഒരു വാല്യൂ എങ്കിലും false എന്ന വാല്യൂ തന്നാൽ the entire for all p of x will give the output false. there exists p of x false ആകുന്നതോ for the entire range of values p of x false ആണെങ്കിൽ there exists p of x will be false. Now how to find if two predicates involving quantifiers are logically equivalent? നേരത്തെ കണ്ട പോലെ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് യൂസിങ് ട്രൂത്ത് ടേബിൾസ് ആണ്. അതായത് നമ്മൾ ട്രൂത്ത് ടേബിൾസ് കമ്പോസ് ചെയ്യുന്നു ആൻഡ് വി ചെക്ക് ഇഫ് LHS is equal to RHS. ട്രൂത്ത് ടേബിൾസ് ഇക്വലൻ്റ് ആണോ എന്ന് നോക്കും. ഇക്വലൻ്റ് ആണെങ്കിൽ ബോത്ത് പ്രെഡിക്കേറ്റ്സ് ആർ ഈക്വൽ. രണ്ട് ഇമ്പോർട്ടൻ്റ് ഈക്വലൻസസ് ഇൻവോൾവിങ് ക്വാണ്ടിഫയേഴ്സ് ആർ for all x p of x and q of x. അതായത് if both are connected using an AND operation നമ്മൾക്കതിനെ സെപ്പറേറ്റ് ആയിട്ട് for all x ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. That is for all x p of x and for all x q of x. അതേപോലെ if we have a disjunction operation connecting two predicates, that is there exists x such that p of x or q of x, അങ്ങനെയാണെങ്കിൽ it is equivalent to there exists x such that p of x or there exists x such that q of x എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. Now that's the same case for all xന് ഡിസ്ജങ്ഷൻ ഓപ്പറേഷൻ വന്നാലും നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതേപോലെ there exists xന് കൺജങ്ഷൻ ഓപ്പറേഷൻ വന്നാലും നമ്മൾക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. The next topic is nested quantifiers. Now this is again an important topic. നമ്മൾ നേരത്തെ ക്വാണ്ടിഫയേഴ്സ് കണ്ടു, യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ. ഇവർ നെസ്റ്റഡ് ആകുന്നത് എപ്പോഴാണ്? ഒരു ക്വാണ്ടിഫിക്കേഷനുള്ളിൽ മറ്റേ ക്വാണ്ടിഫിക്കേഷൻ വന്നാൽ. Let's look at an example. For all x, there exists a y such that x plus y is equal to 5. ഇവിടെ there exists y is within the scope of for all x. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് for all x q of x എന്ന് എഴുതാം. കാരണം q of x is a function of x because it lies in the range of for all x. Now what is q of x? q of x will be there exists a y such that x plus y is equal to 5. അവിടെ x plus y is equal to 5നെ p of xy എന്ന ഫംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം because it is a function of both x and y. Now in the second example, for all x and for all y, x greater than 0 and y less than 0 implies xy lesser than 0. ഇത് എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ പറയാൻ പറ്റും? For every real number x and y. If x is positive and y is negative, then xy is negative. ഇവിടെ നമ്മൾ for all y എന്നുള്ളത് for all xൻ്റെ സ്കോപ്പിനുള്ളിലാണ് വരുന്നത്. Then it is a nested quantifier. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് for all x q of x വരും. q of x is for all y p of xy, where p of xy is the predicate given above.
സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് ക്ലാസ്. ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എസ്പെഷ്യലി ലാസ്റ്റ് ഇയർ മാത്രം 5 questions ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. Some questions related to this topic will be worked out later. Anyhow, concepts clear ആയിട്ടിരിക്കുക, because theory questionsഉം ഇതിൽ നിന്ന് ചോദിച്ച് വന്ന് കണ്ടിട്ടുണ്ട്. So thank you for your time and have a good day.